എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബിഗ് പ്രാങ്ക്സിന്റെ പുതുവത്സര ആശംസകൾ. ഈ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്കൊരു ഗാനമേള ബുക്കിംഗ് കിട്ടി. അപ്പോൾ പാടാനായിട്ട് ഒരു ഗായകൻ വരുന്നുണ്ട്. കൂടെ പാടുന്നത് അനിതയാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും അത് പാടിയ ചേച്ചി. തൃപ്രസാദവും മൗന ചുംബനങ്ങളും. നമുക്കത് ഒന്നുകൂടെ. ചേച്ചി തൊണ്ടയ്ക്ക് വേദന ഉണ്ടോ? തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് പ്രശ്നം. നോക്കാം. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ. നമസ്കാരം. വാ. നമസ്കാരം. അമ്മു. അല്ലല്ലേ ഇതേ നമ്മൾ നമുക്ക് കുറച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പം ചേച്ചിയാണെങ്കിൽ കുറേ ഇതിലൊക്കെ പാടിക്കൊണ്ടിരുന്നത് പരിപാടികളുണ്ട്. നമുക്ക് ഈ ന്യൂ ഇയറിന് ഇപ്പോൾ തിരക്കാണല്ലോ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാം. ചേച്ചി ഇടയ്ക്ക് ദുബായിലൊക്കെ പോകും. അപ്പോൾ പാസ്പോർട്ട് ഉണ്ടോ? അന്ന് പിന്നെ പറയണ്ട. നിങ്ങളെങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങളെയാണ് മനസ്സിൽ പെട്ടെന്ന് ഓടി. നമ്മൾ ഗ്രീൻ വാലിയിൽ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് 2-ാം തീയതിയാണ് നമുക്ക് ചെയ്യാനാണ്. നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ 2 തൊട്ട് 5 വരെ. അപ്പോൾ ഡേറ്റ് മാറ്റാം നമുക്കല്ലേ? സാറിൻ്റെ നമ്മുടെ ആന്നില്ല അന്ന് അത് കഴിഞ്ഞാണെങ്കിലും മതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മൾ കുറേ പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കൂടിയാൽ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ കീബോർഡിസ്റ്റ് വരാമെന്ന് പറഞ്ഞു പുള്ളി തിരക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ആക്കിയത്. സുരേഷ് അപ്പോൾ അത് വിളിക്കാം, നമുക്ക് അവർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മൈനസ് ഒക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. വേറെ പാട്ട് ഏതായിരുന്നു പാടുന്നത്? ഞാനിപ്പോൾ എന്തും പാടുമെന്നുള്ള അവസ്ഥയല്ല. അങ്ങനെ ഏത് പാട്ടും പാടും. പക്ഷെ ചേച്ചി നമുക്കത് പാടി തമിഴ് എനിക്ക് അത്ര അല്ലാത്ത എല്ലാം ക്ലിയർ ആവും. ഹിന്ദി, മലയാളം. ചിലപ്പോൾ ദുബായിൽ പോകുമ്പോൾ ചിലപ്പോൾ അറബിക് നമ്മൾ പഠിക്കില്ല. അന്ന് ചേച്ചി പാടിയില്ലല്ലോ. ചേച്ചി അന്ന് അറബ് സിമ്പിളാണ്. മലയാളത്തിൽ വന്നാൽ മതി. ഹബി അങ്ങനെ ഉള്ള ഒക്കെ പാടാൻ പറ്റും. പിന്നെ ഏത് പാട്ടായിരുന്നു? അത് ഞാൻ പഠിപ്പിച്ചിരിക്കും. അതിന് നമ്മൾ പറഞ്ഞല്ലേ ഇത് എന്നെ എങ്ങനെയാ വിളിച്ചത്. അമ്പലപ്പുഴ. ചേച്ചി അല്ലാതെ പാടിയാൽ മതിയോ? ചേച്ചി ഒന്ന് ആക്റ്റീവ് ആവും. ചേച്ചി അങ്ങ് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. പുള്ളി പാവം വിളിച്ച് നമ്മൾ ഉച്ച ലീവ് കൊടുത്താ. അത് പിന്നെ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു ഫീലോ. പിന്നെ ചേച്ചി പഠിക്കുക. ചേച്ചി ചൂടായി പറഞ്ഞു. അമ്പലപ്പുഴേ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു അങ്ങനല്ല. അമ്പലപ്പുഴേ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ. ടിപ്സ് ഒക്കെ എങ്ങനെയാ പറഞ്ഞു? ആണോ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും. പൊക്കി പാടാനോ? പറ്റത്തില്ല. തൃപ്രസാദവും മൗന നീ വാ. വെളി പോയത് ഞാൻ പോയത് ചിരിക്കാൻ പോയത്. എന്തെന്നറിയാമോ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇല്ല. വേറെ സംഭവമുണ്ട്. പുള്ളിക്കാരനെ ഇപ്പം ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോയേക്കുവാണ്. പൊന്മുടിയിലോ അവിടെ ഇവിടെയൊക്കെ പോയേക്കുവാണ്. അപ്പൊ ആ നോക്കിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നേക്കുന്നത്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ തീർന്നു.
കൊണ്ടുതരാം അടിച്ചില്ല, ഞാൻ വേറൊരു പ്രോഗ്രാമിൽ തൃപ്രസാദവും മൗന തൃപ്രസാദവും കുറച്ചുകൂടെ തൃപ്രസാദവും മൗന കുറച്ചുകൂടെ ഫീൽ ചെയ്യണം. നീ എവിടെ ഇരിക്കേ ചെയ്യാം, നമ്മുടെ ഇവിടുത്തെ വേറെ ആൾ വരുമ്പോൾ ചാർജ് മേടിക്കും. മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയോടി. ഓക്കെ ആണോ? അപ്പം സാറ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡേറ്റ്. അല്ല സാറ് ഇല്ലാത്തതുകൊണ്ടേ ചേച്ചിയുടെ ഹസ്ബൻഡേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിനുവിന്റെ വീട്ടിൽ തിരക്കി വരുമോ? തിരക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എവിടാന്ന് അന്വേഷിച്ച് വരും. ആണോ? അത് എനിക്ക് വരുത്തില്ലെന്ന് ഉറപ്പുണ്ട്. കാരണം 2-3 ദിവസത്തേക്ക് പോയേക്കുവാണ്. അറിയാമല്ലോ, സ്വഭാവം അറിയാമല്ലോ ആളിന്റെ. പിന്നെ അതല്ല അതുമില്ല, അതിപ്പോ എന്നോടുള്ള ദേഷ്യം ഞങ്ങൾ തമ്മിൽ ഇച്ചിരി ജഗടയാണ്. ഇവര് എന്നെ വിളിച്ചോണ്ട് പോകുന്നില്ലേ പാട്ട് പഠിക്കാൻ കൂടുതൽ ഭയങ്കര പാട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദേഷ്യമാ. ഓ നല്ലത്, മാറ്റിയാ മതിയായിരുന്നു. ഹലോ ഹലോ എടി വീട്ടിൽ എന്നെ തിരക്കില്ല. നമ്മൾ സാറ് വരുവാണെങ്കിലേ ഞാൻ എവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ? അതൊരു വിഷയമുണ്ട്, ഞാൻ പറയാം. ആ വീട്ടിൽ വരും, എന്നെ തിരക്കി വരും. അത് ആ ചേച്ചി ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലാണ് ചേച്ചിയുണ്ട്. അത് പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസിന്. ഓ വേറെ നമ്മുടെ സുഹൃത്തുണ്ട് അനിൽ തുമ്പോണ്. അനിലിനെ അറിയത്തില്ല, കുഴപ്പമില്ല. അത് വിനു അന്നേരം എങ്ങനെന്നറിയാം, പുള്ളിക്കാരൻ എങ്ങോട്ടെങ്കിലും പോണ ടൈം നോക്കിയിട്ട് ഞങ്ങൾ പ്രോഗ്രാം അങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്തു. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അതൊക്കെ അങ്ങ് പോവും. സംഗീതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ചേച്ചിക്കാണെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് ജീവനാണ്. ആണോ? ആ സംഗീതം അതുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ പാട്ടുകാരി അല്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇവര് ഒരാഗ്രഹം കൊണ്ട് ഇവിടെ ഒക്കെ പോണേ. പിന്നെ ഞാൻ 2 ചാനലിൽ ചേച്ചി പോയിട്ടുണ്ടായിരുന്നേ. ചേച്ചി ഇപ്പോഴും ഈ തടി വെച്ച് തൈറോയിഡിന്റെ ഇതായോണ്ട് തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാ. കൈരളിയിൽ ഏത് ചാനൽ ചേച്ചി? അത് ഞാൻ വീടിന്റെ അടുത്ത് തന്നെ കാണിക്കും. ആണോ? അപ്പോ അന്നേരം അങ്ങനെ പിന്നെ എനിക്ക് റിജക്റ്റ് ആയി. അടുത്ത സീസണിൽ വാ ചേച്ചി എന്ന് പറയാം. അടുത്ത സീസണിൽ പോവും. ഇനിയിപ്പോ അടുത്ത സീസൺ വരുന്നുണ്ടല്ലോ, എന്തായാലും പോവാം. അപ്പൊ നമുക്ക് ഈ പാട്ടും വേറൊരു പാട്ട് ഏതാ? നമുക്ക് വേറെ എന്തെങ്കിലും വേറെ അല്ലേ ഇതിപ്പോ ഇത് ക്ലിയർ ചെയ്യണല്ലോ ചേച്ചി. നിങ്ങളന്ന് എനിക്കത് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ലല്ലോ കറക്റ്റായിട്ട്. ആ ഭാവം ഒന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ മാത്രം ഒന്ന് പാടിക്കൊടുത്തു. തൃപ്രസാദം ഒന്ന് മാത്രം പാടിക്കൊടുത്ത്. ഈ തൃപ്രസാദം എനിക്ക് അങ്ങോട്ട് വരുന്നില്ല. ഒരു കലാകാരൻ അങ്ങനെ ഒന്നും പാടില്ല. നിങ്ങൾ ചുമ്മാ അതേ എൻ്റെ അടുത്ത് ഈ പഠിക്കാൻ വരുന്നവരൊന്നും ഇത് ചെയ്യത്തില്ല. ഞാനാണോ ശിഷ്യൻ? ഇല്ലേ, ശിഷ്യന്മാരാരെങ്കിലും ചെയ്യാൻ പാടില്ല. നമുക്കിത് തുടങ്ങണം. നമുക്കിപ്പം ഹൃദംപാടിന്റെ അമ്മൂന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടി. അപ്പൊ നമ്മള് ചേട്ടനൊരു പാട്ട് പറ, അപ്പൊ ഞാൻ നോക്കട്ടെ. സാധാരണ എനിക്ക് പാടാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം അങ്ങോട്ട് വരുന്നതിന് മുമ്പ്. സമയം വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പേടിച്ചല്ലേ? ഒരു മൃതകത്തിലെ പേടിച്ച്. ഇതൊക്കെ നല്ല പാട്ടല്ലേ? ആ ഒരു പിച്ചില കാലസുന്ദര സ്വപ്നത്തിൽ ഒരു പ്രോഗ്രാമേ ചേച്ചി വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചായിരുന്നു. ചേച്ചി വിളിച്ചായിരുന്നു.
ഞാടാ അതാ കൂടുതല ഞാടാ അയ്യോ നീ ആര് ചായ വിട്. ഓടാ നീ അച്ഛാ അച്ഛാ അത് നമ്മളെ ഞാടാ എന്റെ കൈ പേടിപ്പിക്കാൻ എന്റെ കൈ പേടിപ്പിക്കാൻ നീ ഓടാ ഇല്ല അച്ഛാ നമ്മുടെ കൂടെ ഇല്ല അത് പാട്ട് പാടിക്കാൻ വന്ന് പാട്ട് പാടാൻ വിട് വിട്. അയ്യോ 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 വിട് വിട്. എടീ, ഇതാണ് നിന്റെ ചുറ്റും എന്തിയാ സാമിനെ വിളിച്ചത്? ഇതിനാന്ന് എന്നെ വിളിച്ചു വരുത്തിയത്. നീയാണോ ചിട്ടു? ഞാനല്ല. നീ എന്തിനാ പെണ്ണുങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ് പാടിക്കില്ല സാംജി വിളിച്ചപ്പോ ഞാൻ സാന്തി ഇപ്പൊ വന്ന ഞാൻ അവൻ ജിയാ ഞാൻ ഇവിടുത്തെ ജി. എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ ഒരു പ്രോഗ്രാമിൽ ഒന്ന് കണ്ട പരിചയം. ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത അവിടെ എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് നടക്കേണ്ട കാര്യം എന്താ? ഇല്ല, ഞാൻ എനിക്കറിയത്തില്ല. ഞാൻ ഇവര് ആദ്യമായിട്ട് കാണാം. ഞാൻ ടൂർ പോയപ്പോ ഞാൻ അതുവഴി അങ്ങ് ചത്തു എന്ന് വിചാരിച്ചാ നീ. ഞാൻ അങ്ങനെ വിചാരിക്കുവോ? പിന്നെ അല്ല ഇത്ര പെട്ടെന്ന് വന്നിട്ടുണ്ടോ? നീ ഇവനുമായിട്ട് പാട്ടിൽ ഇറങ്ങല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്താ വരുന്നത് ടിറ്റുവാ? എന്റെ പേര് അനിൽ. പിന്നെ ടിറ്റു എന്റെ വൈഫിന്റെ വീട് അടൂര്. ഏഹ് എന്റെ വൈഫിന്റെ വീട് അടൂര്. ആര് ടിറ്റു? ഇവൻ തന്നെ ടിറ്റു. അച്ഛൻ ഞാൻ ഇന്ന് ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അച്ഛൻ എന്ത് വേണം എന്നെ ചെയ്യാം. ഞാൻ എന്റെ പ്രാങ്കായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞു. നീ ആര് പാട്ടുകാരനാ? ഞാൻ പാട്ടുകാരനല്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന്? അല്ല, ഞാൻ ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ പോകും, അത്രേ ഉള്ളൂ. പ്രൊഫഷണലി ഒരു പ്രോഗ്രാം വിളിച്ചപ്പോൾ ഞാൻ ഒരു ആവേശം കൊണ്ട് ഞാൻ വന്നത്. നീ അല്ലേ പാടാൻ പോകൂലേ? പാടാൻ പോകും, പാടുന്നവനാണ് തന്നെ. അതെ, ഞാൻ ഇവിടെ ഒരു ഓഡിറ്റോറിയം. നീ എന്റെ ഭാര്യ വിളിച്ചോണ്ട് പാടാൻ പോകേണ്ട കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ എടാ ഞാൻ 2 ദിവസം ന്യൂ ഇയർ അടിച്ചു വിളിക്കാൻ വേണ്ടി പോയപ്പം അതിന്റെ ഇടയ്ക്ക് നീ എന്റെ ഭാര്യ വിളിച്ചോണ്ട് വരേണ്ട കാര്യം. അച്ഛൻ അങ്ങനെ പറയാതെ. ഞാൻ ആരോടേക്ക് ഇറങ്ങാൻ പോയില്ല. പാട്ട് പഠിക്കാൻ പോകുന്ന അറിയാലോ. എടി നിന്നെ കൊണ്ട് പറ്റൂല എന്ന് ഞാൻ 100 തവണ പറഞ്ഞു. നീ പാടാൻ പോകരുത്. അപ്പൊ നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ പുള്ളി വിലക്കിയപ്പോ നിങ്ങൾ അതിന് പോകരുത്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കും. ആ വീട്ടിൽ പാടാൻ സമ്മതിക്കത്തില്ല. അത് എനിക്കറിയില്ല. ഇങ്ങനെ പുറത്തു പോകുമ്പോഴാ ബാത്റൂമിലേക്ക് പാട്ട് പാടുന്നേ. അത് നിങ്ങൾ പാടിക്കും, അത് നിങ്ങളുടെ പേഴ്സണൽ മാറ്ററാണ്. ഞാൻ പ്രൊഫഷണൽ സിംഗർ ഒന്നും. ഇത് നിന്റെ പേഴ്സണൽ മാറ്ററാ തന്നെ. ഇല്ലല്ലോ എന്റെ കുഞ്ഞെ സത്യം പറഞ്ഞാ നീ അവിടെ നിന്ന് മെസ്സേജ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരൂലായിരുന്നു. മനസ്സിലായോ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന്? എനിക്ക് സംശയം തോന്നിയാ. നിങ്ങൾ ഇങ്ങനെ പറയാതെ, ഇങ്ങനെയൊന്നും പറയാതെ. പിന്നെ അങ്ങനെ പറയണം. അപ്പൊ നീ അന്നോടെ വിളിച്ച് പറഞ്ഞേ എന്താ പറഞ്ഞ കുഴപ്പം? അനി ഞാൻ പാട്ട് പഠിക്കാൻ വന്നല്ലോ, പാട്ട് പഠിക്കാൻ വന്നതല്ല, വേറൊന്നിനും വന്നല്ലോ. പറഞ്ഞോ അച്ഛൻ എന്താ, ഞാൻ എന്താ വേണ്ട? നീ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആണ് ടിറ്റു. അതെങ്ങനെ എന്റെ പേര് മാറ്റാൻ പറ്റുന്നത്? അല്ല പിന്നെ നീ അത് കള്ള പേരിലാണ് അവക്ക് നീ മെസ്സേജ് അയച്ചത്. അങ്ങനെ പറയാതെ അച്ഛാ. നീ വാ നമുക്ക് ഒരുമിച്ച് പാടാന്ന് പറഞ്ഞ് മെനഞ്ഞാന്ന് ഞാൻ മെസ്സേജ് ഉണ്ടല്ലേ. എന്നെ ബിനു സാം ആണ് വിളിച്ചത്. ആഴെ ഈ ബിനു സാം? അത് എനിക്ക് അവിടെ വെച്ച് കണ്ട ഒറ്റ പ്രോഗ്രാമിൽ കണ്ട ആ ബിനുവാ. അവനാണ് നീ സാം എന്ന് വിളി. ബിനു സാം എന്ന് പറഞ്ഞു തന്നെ ആണാ? ഞങ്ങൾ അവനെ ബിനു എന്നേ വിളിക്കും. എന്റെ അപ്പാപ്പന്റെ പൊടിക്കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ വന്ന് അവിടെ പാടിയപ്പോ പറഞ്ഞു, ആ ചേട്ടാ നല്ലപോലെ പാടുന്നുണ്ടല്ലോ, ആര് നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ പന്തളത്ത് കോയിക്കൽ അമ്പലത്തിനടുത്താ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ചേട്ടാ ഇതുപോലെ പരിപാടി. സാറേന്ന് വിളിച്ചാ ചേട്ടാന്ന് വിളിച്ചാ? അത് പറയാം ചേട്ടാന്ന് വിളിച്ചു. പിന്നെ നീ സാറെന്ന് പറഞ്ഞത് നീ മൊത്തത്തിൽ ഇതാണല്ലോ, ഞാനാ ഉടായിപ്പാണല്ലോ. ആണെങ്കിൽ എന്ത് ചെയ്യാന്ന്? ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ച് പറയുക. ആണെങ്കിൽ എന്ത് ചെയ്യാന്ന്? സ്റ്റേഷനിൽ വിളിച്ച് പറയുക. ശേഷം പറയണൊക്കെ രണ്ടാമത്. ആദ്യം എന്റെ കൈക്കുള്ള തീരാനുള്ളതൊക്കെ ഞാൻ തീത്തോട്ടെ. ചെയ്തു. അത് എന്തോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇരുന്ന് പോയി. അത്ര എന്റെ വീടൊന്നും അല്ല ഇത്. പിന്നെ ഇത് വേറെ ഒരുത്തന്റെ വീട്. അവന്റെ വീട് തപ്പി പോയപ്പോ അവൻ അവിടെ നിന്ന് കൂടും കൂടുക്കെ കിടന്നോണ്ട് മൊബൈലിൽ ആ ലൊക്കേഷൻ ഇത് കാണിച്ചില്ലേ? അന്നേരം കണ്ടുപിടിച്ചത് ഇന്ന അടുത്തുണ്ടെന്ന്. ആരുടെ ലൊക്കേഷൻ? എന്റെ ലൊക്കേഷൻ. അത് ശരി. അപ്പൊ നീ എന്റെ ലൊക്കേഷൻ ഒക്കെ നോക്കി വെച്ചോണ്ടിരിക്കുവാന്നോ? എന്റെ അമ്മാമ്മയെ ഒഴിവാക്കി തന്നാ എന്തുവാ ഇങ്ങനെ ചെയ്യരുത്. ന്യൂ ഇയർ ആയിട്ട് ഇപ്പൊ പുതുവർഷം തുടങ്ങാവണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നീ ഇതെന്തോടാ കാണിക്കണത്? ഞാൻ മാനം മര്യാദക്ക് നടക്കുന്നൊരു വ്യക്തി ആണോ? എനിക്ക് ഇന്നേ വരെ പെരുദോഷം ഞാൻ ഉണ്ടാക്കി. കണ്ടാലും പറയും. എന്റെ സുഹൃത്തെ പറയുന്നത് കേക്ക്. പറയുന്ന സുഹൃത്ത്, ഞങ്ങൾക്ക് ഇപ്പൊ അടൂര് അറിയാവുന്ന 2-3 പേരുടെ പേര്, അച്ഛൻ അറിയാവുന്ന 2-3 പേരുടെ പേര് പറ. സെബാസ്റ്റ്യനെ അറിയാമോ? സെബാസ്റ്റ്യൻ പാപ്പച്ചൻ ഡോക്ടറിനെ അറിയാം സാർ. അച്ഛൻ അറിയാം. ഞാൻ പറയുന്ന ആള് നിനക്കറിഞ്ഞൂടെ? നീ പറയുന്ന ആളെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പിന്നെ എടാ പാപ്പച്ചനെ അറിയാമോ? എനിക്കറിയാം. അറിയില്ല. അറിയാം. ആര്? പാപ്പച്ചൻ ഡോക്ടർ നമ്മുടെ. എടാ പാപ്പച്ചൻ ഡോക്ടറെ പാപ്പച്ചനെ അറിയാമോ? അറിയാമോ? ഡോക്ടറിനെ എനിക്കറിയാം. ആ പാപ്പച്ചനെ അറിഞ്ഞൂടല്ലോ. അതാരാന്ന് എനിക്കറിയില്ല. പിന്നെ നിനക്ക് നീ പറയണ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പം ഇവിടെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ നടത്തുന്ന പുള്ളി എനിക്കറിയാം. വൈഫിന്റെ അമ്മ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ രാവിലെ ഇവിടെ കൊണ്ടുവിടുന്നു. വൈകിട്ട് പിന്നെ എന്റെ ചേട്ടത്തിയുടെ ഭർത്താവ് വരും. അവൻ അവരുടെ വീട്ടിലാണ് താമസിക്കും. ഞാൻ തുമ്പോണ താമസിക്കുന്നു. അപ്പം ചിലപ്പോ വണ്ടി നീ ഒരു കാണാൻ വേണ്ടി ഇവിടെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇതുവരെ വന്നു അല്ലേ? ബിനു ഇതിന്റെ ഇടയിൽ മീഡിയേറ്റർ.
ബിനു എന്നെ വിളിച്ചതിന്റെ പേര് മാത്രം അത് തന്നെ ബിനു വിളിച്ച് ഇതിന്റെ ഇടയിൽ മീഡിയേറ്റർ ബിനു ആണ് അല്ലേ? നിങ്ങൾക്ക് സംശയവാ. ആർക്ക് സംശയം? നീ സംശയം നീ വീട്ടിൽ കിടന്ന് പിന്നെ എന്തിനാ ഇരിക്കുന്നത്? ഇതൊക്കെ പാടാനുള്ള സാധനല്ലേ, ഇൻസ്ട്രുമെന്റ്സ് അതിന്റെയൊക്കെ പാട്ട് പാടുന്നതിന്റെ. നിങ്ങൾ ഇത്ര അടുത്തടുത്തിരിക്കും. ഇപ്പൊ അച്ഛനെ വിളിച്ചില്ല. ഞാൻ അവിടെ നീ നിന്ന് വന്ന് നോക്കിയപ്പോ എങ്ങനെയാ ഇരിക്കണേ? ഞാൻ നോക്കിയപ്പോ അവര് ചേർന്നിരിക്കുമെന്ന് വെച്ചാ അത്യാവശ്യം ഉരുണ്ട് കളിക്കരുത്. ഒരിക്കലും ഒരു എന്റെ അച്ഛനോട് ഇങ്ങനെ ചെയ്തു. എന്റെ നീ എവിടെ പോണു? ഞാൻ എങ്ങും പോകത്തില്ല. എന്റെ പേരെന്തുവാ? എന്തിന് പേരെന്തിന്? എന്റെ പേര് അറിഞ്ഞിട്ട് എന്തോ കാര്യം? അല്ല എന്റെ പേര് അറിയണം. എന്റെ പേര് അറിഞ്ഞിട്ട് എന്തോ കാര്യം? നിന്റെ പേര് ടിറ്റു. നിന്റെ പേര് ഞാൻ ഒരു കാര്യം വെളിയിൽ നിന്ന് സംസാരിക്കും. വേണ്ട, ഇവിടെ നീ വെളിയിൽ നിന്ന് ഓടും. നീ വെളിയിൽ നിന്ന് ഓടും. ഞാൻ ഓടത്തില്ല. ഇവിടെ തന്നെ നിൽക്കും. അവിടെ നിന്നാ മതി. അല്ല നീ പാടാത്തവരെ കൊണ്ടുവന്ന് ഈ നാട് കൊണ്ടുവന്ന് പാടിപ്പിച്ചിട്ട് നീ വിടുവോളാം. എന്റെ ചേട്ടൻ എന്നെ ഇന്ന് വിളിച്ചോണ്ട് ഞാൻ ഇവിടെ വന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭാര്യക്ക് പാടണ്ടെന്ന് ഞാൻ പറയണു, അവള് പാടില്ല. അപ്പോ നിങ്ങൾക്ക് നിർബന്ധം എന്താണ് എന്റെ വൈഫിനെ കൊണ്ടുവന്ന് പാടിക്കണമെന്ന്? എനിക്കൊരു നിർബന്ധമില്ല. അവർക്ക് പാടണമെന്ന് അവർ തന്നെ ഇപ്പൊ ഇരുന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നീ പാടിക്കാൻ കൊണ്ട് നടക്കും? അല്ല ഞാൻ കൊണ്ട് നടക്കുമല്ല. എന്നെ ഇപ്പൊ വിളിച്ചതിന്റെ പേരില് അവൻ എവിടെ പോയടാ? ബിനു പാടിയാ? വിടരുതേ, ബിനുവിനെ പൊരുത്തപ്പെട്ടു. അവൻ രണ്ട് അച്ഛൻ പോയി ബിനുവിനെ വിളിച്ചോണ്ട് അവിടെ ഇയാളെ മുങ്ങാനുള്ള പ്ലാനാ. എന്റെ അച്ഛൻ പോയപ്പോഴാണല്ലേ ഇയാൾ ഇത്ര ഇതാവുന്നത്. ചേട്ടാ ഇവിടെ വന്നിരിക്കും. മനുഷ്യനെ ചതിക്കല്ലേ. നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണും. നീ ടിറ്റു അല്ലേ? ഞാൻ ടിറ്റു അല്ല, ഞാൻ അനിൽ രാഘവനാണ്. എന്റെ ലൈസൻസ് വരെ നിങ്ങളെ കാണിച്ചു. നീ ഓടിപ്പന്ത് ടിറ്റു അത് എന്നു പറഞ്ഞിട്ടില്ലടാ നീ ഓടി. ഇങ്ങനെ എൻ്റെ ഭാര്യക്ക് പാട്ട് എനിക്ക് ഇഷ്ടമില്ല, അവൾ പാടുന്നത് എനിക്ക് ഇഷ്ടമില്ല. വൺ ടൈം നിർത്തണമായിരുന്നു. പക്ഷേ യവൻ ഉണ്ടല്ലോ, യവൻ എവളെയും വിളിച്ച് നിന്നെങ്ങളെയും വിളിച്ച് ചതിച്ചതാണ്. ഇത് ബിഗ് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാമാണ്, ന്യൂ ഇയർ സ്പെഷ്യൽ കോമഡി പ്രോഗ്രാം. ഇതൊരു പ്രോഗ്രാം പണിയാ. ഇതിനോട് വയറിലാവും. ഇതൊരു പ്രോഗ്രാം പിന്നല്ല. മനസ്സിലായില്ലേ? എനിക്ക് കണ്ണാടി ഒന്നും. ബിഗ് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, ഒരു ഫണ്ണി പ്രോഗ്രാമാണ്. പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ അടുത്ത് ഇന്ന പോലെ പഠിക്കാനായിട്ട് ഒരാൾ അത്യാവശ്യപ്പെട്ട് നടക്കുന്നുണ്ട്, നമുക്ക് പുള്ളിയെ വിളിച്ച് വരുത്താന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ 6 മണി തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി. ചവിട്ടി പൊളിച്ച് സത്യം 2025 കുറച്ച് നല്ല വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 2026 നല്ല നല്ല പുതുമയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഷിബുവിന്റെ വീടാണ്. ഷിബുവാണ് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ അത് ബിനു അടൂർ ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട്, പേര് റിഥം എന്നാണ് അല്ലേ? ബിനുവിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, കുടുംബക്കാർ മൊത്തം ഓർക്കസ്ട്ര ടീമും മ്യൂസീഷ്യനും ഒക്കെ ആണ് അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഹരി ഉണ്ടായിരുന്നു. ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. വിത്ത് പ്ലഷർ. ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ്. താങ്ക് യു. ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. താങ്ക് യു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമല്ലോ അല്ലേ? ഓക്കെ പറയൂ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽപ്പൂ. ഇത്രേ ഉള്ളൂ. ബാക്കി എനിക്ക് ഓർക്കസ്ട്രയില്ല പാടാൻ പറ്റില്ല.